ഇതിപ്പോൾ വോട്ട് ചോരി രണ്ടാം ഘട്ട വിശദീകരണവും അവതരണവുമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. കഴിഞ്ഞ തവണ കർണാടകയിലെ തന്നെ മഹാദേവ്പുര എന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നുവെങ്കിൽ ഇത്തവണ അളന്ത എന്ന് പറയുന്ന മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കാണ് പോകുന്നത്. അവിടെ 6018 വോട്ടുകൾ ഡിലീറ്റ് ചെയ്തതായിട്ട് കണ്ടെത്തുന്നു. മറ്റു ചിലയിടങ്ങളിൽ വോട്ടുകൾ കൂട്ടിച്ചേർക്കുന്നതായിട്ട് കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഹൈജാക്ക് ചെയ്തതാണോ, ഈ ഡിലീഷൻ നടത്തിയതാണോ എന്നാണ് സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ ഒരു ഫ്രോഡിലൻസ് നടന്നിട്ടുണ്ട്. ജ്ഞാനേഷ് കുമാർ അതിന് കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. ഉത്തരം മുട്ടിച്ചോ? ജ്ഞാനേഷ് കുമാറിനെ തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ആദ്യ വരി തന്നെ അതായിരുന്നു, ജനാധിപത്യത്തിൻ്റെ ഘാതകർക്ക് കൂട്ടുനിൽക്കുന്ന ജ്ഞാനേഷ് കുമാർ. ആ പേര് തന്നെയാണ്, അതല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന മുഴുവൻ സംവിധാനത്തെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ജ്ഞാനേഷ് കുമാർ എന്ന പേര് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അണുബോംബിനും ഹൈഡ്രജൻ ബോംബിനും ഇടയ്ക്കുള്ള ഒന്നാണ് ഇന്ന് പൊട്ടിയിരിക്കുന്നത്. ഹൈഡ്രജൻ ബോംബ് വരുന്നുണ്ട്, അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വാർത്താസമ്മേളനം തുടങ്ങുന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആയിരുന്നു. 101% ഉറപ്പുള്ള തെളിവുകൾ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഇതിൽ ഗ്രേ ഏരിയാസ് ഇല്ല, മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അത്രയും കൃത്യമായ തെളിവുകളുമായിട്ടാണ് വരുന്നതെന്നാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ വാർത്താസമ്മേളനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ വോട്ട് ചോറിയിലെ ഇരകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 ആളുകൾ ഇന്ന് വാർത്താസമ്മേളനത്തിൽ വരികയും ചെയ്തിരുന്നല്ലോ. ഈ പറയുന്ന 6018 വോട്ടുകൾ വെട്ടിയത് പിടികൂടിയതാണ്. അതിൽ എത്ര വോട്ടുകൾ വെട്ടിയിട്ടുണ്ടെന്ന് പൂർണ്ണമായും തെളിഞ്ഞിട്ടില്ല. പിടികൂടിയ 6018 എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന കണക്ക്. അപ്പോൾ എല്ലാ കുറ്റകൃത്യങ്ങളും കണ്ടെത്തുന്ന പോലെ യാദൃശ്ചികമായി സംഭവിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പറയുന്ന ഒരു BLOയുടെ ബന്ധുവിനെ വോട്ട് വെട്ടി, അത് അന്വേഷിച്ചപ്പോൾ അയൽക്കാരൻ്റെ പേര് വരുന്നു. അപ്പോൾ അയൽക്കാരി പറയുന്നു അങ്ങനെയല്ല, ഞാനല്ല എന്ന് പറയുന്നു. അങ്ങനെ പോയ അന്വേഷണമാണ് ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്നത്. നിരവധി ഫോൺ നമ്പറുകൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുന്ന ഫോൺ നമ്പറുകളൊന്നും ഈ സ്റ്റേറ്റിനകത്തു നിന്നല്ല, പുറത്താണ്. അപ്പോൾ ആ നമ്പറുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ചോദിക്കുമ്പോൾ ആ തെളിവുകൾക്ക് കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ വോട്ട് ചോരി വാർത്താ സമ്മേളനത്തിന് ശേഷം 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ജ്ഞാനേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണോ ഉണ്ടായത്? അല്ല. പേരിന് മാധ്യമപ്രവർത്തകരെയും കൂടി അനുവദിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ ഒരുമിച്ച് എടുത്തുകൊണ്ട് താല്പര്യമുള്ള ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം നൽകുക, ആ രീതിയിലാണ് അത് മുന്നോട്ട് പോയത്. അപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ രാഷ്ട്രീയ പ്രതികരണം നടത്തുകയാണ് ചെയ്തത്. രാഷ്ട്രീയ കളി നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എന്ന പ്രതികരണമാണ് ജ്ഞാനേഷ് കുമാർ നടത്തിയത്. അല്ലാതെ കൃത്യമായ അഡ്രസ്സുമായി ബന്ധപ്പെട്ടും ആളുകളുടെ പേരിരട്ടിപ്പൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന ചില പിഴവുകൾ എന്ന രൂപത്തിലാണ് അത് പറഞ്ഞത്. പക്ഷേ ആ കണക്കുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനുള്ള കൃത്യമായ മറുപടി പറഞ്ഞില്ല. പകരം സത്യവാങ്മൂലം സമർപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നത്. ഇന്നും രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. നിങ്ങൾക്ക് കോടതിയെ സമീപിച്ചുകൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഈ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനല്ല, പ്രതിപക്ഷ നേതാവിൽ ചുമതലപ്പെട്ട ഒരു കാര്യമല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്യേണ്ടവർ അത് ചെയ്യാത്തത് കൊണ്ട് ഞാനത് ജനസമക്ഷം അത് വെക്കുകയാണ്. നിങ്ങൾക്കതിൽ തീരുമാനമെടുക്കാം, സത്യമിതാ നിങ്ങൾക്ക് മുന്നിലുണ്ട്, അതിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്നാണ് പറയുന്നത്. ആ നിലയ്ക്കാണ് ഈ കണക്കുകൾ പറയുന്നത്. പിന്നെ ഗോദാബായി എന്നൊരു പ്രായമേറിയ വയോധികയും നമ്മുടെ മുന്നിൽ തെളിവുകളുമായി വന്നിട്ടുണ്ട്. അവരുടെ പ്രതികരണം വന്നു, അവരുടെ ഭാഷയിലാണ്. എന്നാൽ പോലും അതെന്താണ് പറഞ്ഞതെന്നൊക്കെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൂടിയാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ തെളിവുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബാണ്. ഉറപ്പായിട്ടും അത് വാരണാസിയുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കുമെന്നാണ് അനുമാനിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തപ്പോഴും അടുത്ത ബോംബ് ഹൈഡ്രജൻ ബോംബായിരിക്കുമോ എന്ന് പറയുകയും ചെയ്തല്ലോ. അപ്പോൾ വാരണാസിയുമായി ബന്ധപ്പെട്ടാണോ, അവിടെ പെട്ടെന്ന് കഴിഞ്ഞ തവണത്തിൽ നിന്നും ലക്ഷങ്ങളുടെ വോട്ട് കുറഞ്ഞുകൊണ്ട് മോദിക്കുണ്ടായ ജയം, അതിനെയാണോ, അതിൻ്റെ തെളിവുകളാണോ ലഭിച്ചത്? തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അദ്ദേഹം. തെളിവുകൾ തൻ്റെ പക്കലുണ്ട്, പക്ഷേ അതിനൊരു അടിത്തറ വയ്ക്കാനുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനെടുക്കുന്ന കാലതാമസം എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. നോക്കൂ, ഇതിനുശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങൾക്ക് വാർത്താക്കുറിപ്പായിട്ടാണ് വിവരം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വേറെ പ്രതികരണമല്ല. ആ പ്രതികരണം പറയുന്നത് ഈ തരത്തിൽ വോട്ടുകളുടെ സാധ്യമല്ല എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ പറയുന്നത് ഒരു കൃത്യമായ മറുപടിയാണോ എന്ന് ചോദ്യമുണ്ട്. BJPയുടെ പ്രതികരണം വരുന്നു, പൂത്തിരി കത്തിക്കുകയാണെന്ന് പറയുന്നു. ഈ പറയുന്ന അനുരാഗ് ഠാക്കൂർ നേരത്തെ രാഹുലുമായി ബന്ധപ്പെട്ടും വാർത്താ സമ്മേളനം നടത്തിയതാണല്ലോ. അതിൽ വയനാട് മണ്ഡലവുമായി ബന്ധപ്പെട്ടും പറഞ്ഞതാണല്ലോ ചില കാര്യങ്ങൾ. മൈമൂന എന്ന വോട്ടർ കള്ളവോട്ട് ചെയ്തു എന്നടക്കമുള്ള തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ അതൊക്കെ പൊളിയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പരിഹാസമല്ല മറുപടി, പരിഹാസം ഒരു മറുപടിയല്ല. കൃത്യമായ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടിയാണ് ഇങ്ങോട്ട് വരേണ്ടത്. ആ മറുപടി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇന്നുമുണ്ട് UQ JJW എന്നൊക്കെയുള്ള
പേരുകൾ ഇന്നും അഡ്രസ്സിൽ കാണാമായിരുന്നു. അതും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് തെളിവുകളാണ് ഇത്. ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ ഒരാഴ്ചയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം ഇതിൽ മറുപടി നൽകാൻ തയ്യാറാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ലോഗിൻ IP, മൊബൈൽ നമ്പർ കിട്ടിയാൽ ഈ നെറ്റ്വർക്കിനെ കണ്ടെത്താം. അത് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് മറുപടി പറയാത്തത്? സാധ്യമല്ല എന്ന് പറയുകയാണ്. അത് പരിശോധിക്കാം എന്നൊരു മറുപടി ആയിരുന്നെങ്കിൽ അതിലൊരു സുതാര്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പരിശോധിക്കാനുള്ളൊരു മനസ്സുണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ അങ്ങനെയല്ല പറയുന്നത്. ഇങ്ങനെയൊന്നും സാധ്യമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ സാധ്യമായതിൻ്റെ തെളിവുകളായിട്ടാണല്ലോ ഈ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഖണ്ഡിക്കണമെങ്കിൽ അതിൽ കൃത്യമായ ഈ പറയുന്ന സാങ്കേതികമായ വിവരങ്ങൾ വിശദീകരിക്കണം. അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മഹാദേവപുരയ്ക്ക് ശേഷം ഇപ്പോൾ അടുത്ത മണ്ഡലത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് മോദിയുടെ മണ്ഡലമായിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ ഉള്ള തെളിവാണ്. ഇതിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നടത്തിയ പ്രതികരണമുണ്ട്. അതിൽ ഈ ജ്ഞാനേഷ് കുമാർ നൽകിയിരിക്കുന്ന പ്രതികരണം അത് സുതാര്യമല്ല. ഈ സത്യവാങ്മൂലം സമർപ്പിക്കൂ എന്നതല്ല മറുപടി പറയേണ്ടത്, കുറച്ചുകൂടി വിശ്വാസ്യതയുള്ള മറുപടി നൽകണം എന്ന് അവർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് ആ കസേരയിൽ നേരത്തെ ഇരുന്നവർ പറയുകയാണ് ഇങ്ങനെയല്ല അതിന് മറുപടി നൽകേണ്ടതെന്ന്. മാത്രമല്ല കോടതിക്ക് മുന്നിൽ ഈ മരിച്ച വോട്ടർമാരുമായിട്ട് യോഗേന്ദ്ര യാദവ് എത്തിയതാണല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. ആ ക്രമക്കേടുകളിലൂടെയാണോ വീണ്ടും വീണ്ടും അധികാരത്തിൽ എത്തുന്നത് എന്ന ചോദ്യമാണ്. ഞങ്ങൾ എങ്ങനെ തോറ്റു എന്ന പരിശോധന ഇതിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറയാം. ബീഹാർ തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് മറച്ചു വെക്കേണ്ട രാഷ്ട്രീയമല്ല ഇത്. തിരഞ്ഞെടുപ്പിൽ ഞങ്ങളും മത്സരിക്കുന്നു, നിങ്ങളും മത്സരിക്കുന്നു. ജനം വോട്ട് ചെയ്തവരാണോ ജയിച്ചത് എന്നറിയാനുള്ള അവകാശം ഇവിടുത്തെ ഓരോ പൗരനുമുണ്ട്. അതിൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് വേണ്ടത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞങ്ങ് ഓടിപ്പോകാൻ പറ്റില്ല. ഇതിൽ ഈ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇത് ജനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കുമെന്ന് അറിയാം. ഉറപ്പായിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടിയിരിക്കും. ഓക്കെ. Meet the editors.